ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്പയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കൊക്കെ ഒരുപാട് കടങ്ങളുണ്ട് ഇല്ലേ? എല്ലാവർക്കും ബാങ്കിൽ അടയ്ക്കാനും ലോണും അങ്ങനെയൊക്കെ ഒരുപാട് കടങ്ങളുള്ളവരാണ്. കടത്താൽ നമ്മൾ ആത്മഹത്യ വരെ ചെയ്യുന്നവരുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് ഈ കടത്തിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടാനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പോംവഴി വീട്ടിലുണ്ട്. അത് നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ഉപ്പ് മഹാലക്ഷ്മി വാസമുള്ള ഒരു വസ്തുവാണ് ഉപ്പ്. ഞാൻ എന്റെ ഒരുപാട് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളിയാഴ്ച ദിവസം കടയിൽ പോയി ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വരിക. ശുക്രഹോരയിൽ കല്ലുപ്പ് ആയിരിക്കണം വാങ്ങിക്കുന്നത്, പൊടിയുപ്പ് വാങ്ങാൻ പാടില്ല. അത് വാങ്ങിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വാങ്ങിക്കുക. വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മള് ഒരു വൃത്തിയുള്ള ഒരു ഭരണിക്കകത്തിലോ അല്ലെങ്കിൽ നമ്മളൊന്നി ഭരണിയിലിട്ട് വെക്കുക അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലിട്ട് വെക്കുക. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപ്പിട്ട് വെക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഉപ്പ് നമുക്ക് പൂജാ റൂമിൽ വെക്കാം. ലക്ഷ്മി ദേവി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. നമ്മള് പൂജയ്ക്കൊക്കെ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോഴേ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നുകിൽ അത് പൂജാ റൂമിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ വടക്കു ഭാഗത്തായിട്ട് വെക്കുക. ഉപ്പ് വെക്കുന്നതിന് മുന്നേ ഒന്നുകിൽ ചില്ല് കുപ്പിയാണോ നിങ്ങൾ എടുക്കുന്നത് അതോ ഭരണിയാണോ എടുക്കുന്നത്, അതിന്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിൽ ഒന്നുകിൽ 5 രൂപ തൊട്ട് അല്ലെങ്കിൽ 1 രൂപ തൊട്ട് ഇട്ട് ഈ ഭരണിയുടെ അടിയിൽ വെക്കുക. അതിനുശേഷം ഉപ്പിട്ട് വെക്കുക. ഉപ്പ് ഒരു കാരണവശാലും നമ്മുടെ ഭരണിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തിനകത്താണോ ചില്ലുകുപ്പിയോ ഭരണിയോ ഉപയോഗിക്കുക, ഇതിൽ ഇട്ട് വെക്കുമ്പോൾ ഉപ്പ് നമ്മൾ ഒരിക്കലും കുറയാൻ പാടില്ല. നമ്മൾ ഒരു അരക്കുപ്പി ആകുന്നതിന് മുന്നായി ഉപ്പ് വീണ്ടും നിറച്ച് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോ ഉപ്പ് വാങ്ങിക്കുമ്പോൾ ഒരു കവർ ആയിരിക്കത്തില്ലല്ലോ വാങ്ങിക്കുന്നത്, 1-2 കവർ നമ്മൾ ഉപ്പ് കല്ലുപ്പ് വാങ്ങിക്കാറുണ്ട്. 10 രൂപയാണ് ഒരു കവർ കല്ലുപ്പിന് വില. അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുക. അപ്പൊ നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ നമ്മുടെ റൈറ്റ് സൈഡിൽ, നമ്മുടെ അടുപ്പിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഉപ്പും പാത്രം വെക്കുക. അപ്പൊ ഉപ്പും പാത്രം വെറും നിലത്ത് വെക്കാൻ പാടില്ല. നമ്മൾ ഉപ്പും പാത്രം വെക്കുന്നതിന്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെക്കുക. ഇത് സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് വെക്കുക. ആ പ്ലേറ്റിന്റെ മുകളിൽ പ്ലേറ്റ് വെച്ചതിന് പ്ലേറ്റിന്റെ മുകളിൽ നമ്മൾ വേണേ 1 രൂപ തൊട്ട് ഇടാൻ നമുക്ക്. അതുമല്ലെങ്കിൽ നമ്മൾ കുപ്പിക്കകത്തിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് അതിന്റെ പുറത്ത് ഒരു പാത്രത്തിന്റെ പുറത്ത് നമ്മൾ ഉപ്പും ഭരണി വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഉപ്പ് ഇട്ട് വെക്കുക. എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം. നമ്മൾ ഉപ്പ് വെക്കുന്ന സ്ഥലവും നല്ല വൃത്തിയുള്ളതായിരിക്കണം. പിന്നെ നമ്മൾ ഈ ഇതിനകത്തിൽ ഉപ്പ് പാത്രത്തിനകത്ത് ഇട്ടേക്കുന്ന 1 രൂപ തൊട്ട് അല്ലെങ്കിൽ 5 രൂപ തൊട്ട് നമ്മൾക്ക് ഒരു 6 മാസം വരെയും നമുക്ക് അതിനകത്തിൽ ഇത് ഇട്ട് വെക്കാം. 6 മാസം കഴിഞ്ഞ് അതെടുത്ത് നമ്മൾ ഒന്നുകിൽ അമ്പലങ്ങളിലോ വല്ലതും കൊണ്ടുവന്ന് 1 രൂപ നമുക്കിടാം, അല്ല 5 രൂപയാണ് നമ്മൾ വെക്കുന്നത്, അത് നമുക്ക് കൊണ്ടുവന്നിടാം. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എത്ര രൂപ കടമുണ്ടെങ്കിലും ആ കടം വീട്ടാനായിട്ട് എന്തെങ്കിലും ഒരു പോംവഴി നമുക്ക് ദൈവം കണ്ടെത്തി തരുന്നതാണ്. ഇപ്പൊ ഓരോരുത്തർ പറയുന്ന ഞങ്ങൾ ഉപ്പ് കുറച്ച് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാമെന്ന് പറയും. പക്ഷെ നമ്മളത് വിശ്വാസത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ 101% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ എല്ലാവരും നമുക്കെല്ലാവർക്കും കടമുണ്ട്, പൈസയ്ക്ക് ആവശ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വിശ്വാസത്തോടെ ഒന്ന് ചെയ്ത് നോക്കുക. എന്റെ വീഡിയോ ഇവിടെ തന്നെ കാണും. അതിനുശേഷം നിങ്ങൾ എന്റെ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ഇടാവുന്നതാണ്. അപ്പൊ ഇത് 100% റിസൾട്ടാണ്. നിങ്ങൾക്ക് എത്ര കോടി കടമുണ്ടെന്ന് വരികയും നിങ്ങൾ ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കടത്തിന് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നതാണ്. കടം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൊടുത്ത് തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.